മഹാരാഷ്ട്രയിൽ നിന്നുള്ള വാർത്തയാണ്. വലിയ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഈ വ്യാജ ഡോക്ടർമാർ, വ്യാജന്മാരായ ഒരുപാട് പേരെ, പ്രത്യേകിച്ച് വ്യാജ ഡോക്ടർമാർ എത്രയോ കാലമായിട്ട് നാട്ടിൽ വിലസുകയും കുറേ കാലം കഴിഞ്ഞിട്ട് ഒരുപാട് പേരെ ചികിത്സിക്കുകയും ഒരുപാട് പേരുടെ ആയുസ് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവരെ തിരിച്ചറിയാറുണ്ട്. ഈ മഹാരാഷ്ട്രയിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ എങ്ങനെയാണ് പരീക്ഷ എഴുതിയത്, എങ്ങനെയാണ് ജയിച്ചു വന്നത് എന്നതൊന്നും ആർക്കും അറിഞ്ഞൂടാ. പക്ഷേ ഇപ്പോൾ അവരുടെ ചെയ്തികൾ വലിയ സംശയങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ പല നടപടികൾക്കും അവർ വിധേയരായി, ട്രാൻസ്ഫർ, അവരുടെ സ്ഥലം മാറ്റത്തിനൊക്കെ വിധേയരായപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അവരുടെ സെലക്ഷൻ പോലും വളരെ കൃത്രിമമാണ്, വ്യാജമാണ്. ഒന്ന്, അവർ OBC കോട്ടയിൽ വന്നു എന്ന് പറയുന്നു. അവർ ആ ജാതിയിൽ, അങ്ങനെ OBC സംവരണ ജാതിയിൽപ്പെട്ട ആളല്ല. ഇവർ ഈ പ്രത്യേക തരത്തിലുള്ള വൈകല്യം, കാഴ്ച പരിമിതിയുള്ള ഒരാളാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള കാഴ്ച പരിമിതിയുള്ള, അംഗപരിമിതിയുള്ളവർക്കുള്ള കോട്ടയിൽ കയറി എത്തിയ ഒരാളാണ്. എന്നാൽ അവർക്ക് കാഴ്ചയ്ക്ക് യാതൊരു പരിമിതിയും ഇല്ലയെന്ന് കുറേ കാലത്തിന് ശേഷം തിരിച്ചറിയാം. അപ്പോൾ നമ്മുടെ സിവിൽ സർവീസ് പരീക്ഷകളിൽ, സിവിൽ സർവീസ് സെലക്ഷനിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വീഴ്ചകൾ കുറേ കാലത്തിന് ശേഷം കണ്ടുകിട്ടുന്നു, അല്ലെങ്കിൽ കണ്ടെടുക്കപ്പെടുന്നു, തിരിച്ചറിയപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു സാധനമാണല്ലോ. അപ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IAS, അത് പാസ്സായി കലക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗങ്ങളിൽ എത്തിപ്പെടുന്ന ആളുകളുടെ പോലും സെലക്ഷൻ പ്രോസസ്സിൽ വിശ്വാസ്യതയില്ല എന്നല്ലേ ഈ മഹാരാഷ്ട്ര സംഭവം വെളിപ്പെടുത്തുന്നത്? അതെ, ഇത് ഞാൻ 2-3 ദിവസമായിട്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞെട്ടിക്കുന്നതാണ് ശരിക്കും. ഈ പൂജ ഖേദ്കർ, പൂജ ഖേദ്കർ എന്നാണ് ഈ സ്ത്രീയുടെ പേര്, യുവതി. അപ്പോൾ ഇവർ 2023 മഹാരാഷ്ട്ര കേഡർ കഴിഞ്ഞ കൊല്ലം ട്രെയിനി ആയിട്ട് ചേർന്നതാണ്. പൂനെയിലാണ് ചേർന്നത്. പൂനെയിൽ ചേർന്നിട്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഈ ജൂനിയറായിട്ട് ചേരുന്ന ട്രെയിനികൾക്കുണ്ടല്ലോ IAS, അങ്ങനെ വലിയ അവകാശങ്ങളൊന്നും കൊടുക്കാറില്ല. കളക്ടർ എവിടെയാണ് തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവർ വന്നിട്ട്, ഇവരുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അച്ഛനും ഒരു IAS ഓഫീസറാണ്. അപ്പോൾ അച്ഛനും ഒക്കെ ഇടപെടാൻ തുടങ്ങി. അത് ചെയ്തു കൊടുക്കണം, ഇത് ചെയ്തു കൊടുക്കണം, ഇവർക്ക് പ്രത്യേക ക്യാബിൻ കൊടുക്കണം, പ്രത്യേക മുറി കൊടുക്കണം, പിന്നെ ഇവർക്ക് മാത്രമായിട്ട് കാറ് കൊടുക്കണം, അതിൽ ബോർഡ് വെക്കണം, കളക്ടർ എന്നൊക്കെയുള്ള ബോർഡൊക്കെ വെക്കണം, ഡിമാൻഡ്, അതിൽ സൈറൻ മുഴക്കണം. ഇങ്ങനെയൊക്കെ ഇവരിങ്ങനെ പറയാൻ തുടങ്ങി പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ കലക്ടർ സുഹാസ് ദിവാസെ, ഇവർക്ക് ശരിക്കും പൊറുതിമുട്ടി കലക്ടർക്ക്. കാരണം കലക്ടറേക്കാൾ വലിയ കലക്ടറായിട്ടാണ് ഇവർ ഭാവിച്ചുകൊണ്ട് നടക്കുന്നത്. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂനെയിലാണോ? പൂനെയിൽ. അത് കഴിഞ്ഞിട്ട് ഈ പൂനെ കലക്ടർ സുഹാസ് ദിവാസ്, അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് എഴുതി, ഈ യുവതിയെ കൊണ്ട് വലിയ ശല്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെയൊക്കെ ചോദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെ വാഷിമിലേക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തു. ഈ ട്രാൻസ്ഫർ ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ ഇവരെ പറ്റി. കാരണം ഇത് അറിയാവുന്ന ആളുകൾ പിന്നെ ഇത് ഷെയർ ചെയ്യാൻ തുടങ്ങി വിവരങ്ങൾ, സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ. ഇവർക്ക് സിവിൽ സർവീസസ് എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 841. 841 ആണെങ്കിൽ സാധാരണഗതിയിൽ കിട്ടാൻ പ്രയാസമാണ്. സെലക്ഷൻ വലിയ പ്രയാസമാണ്. ആദ്യത്തെ 100-ലോ വരുള്ളൂ. അപ്പോൾ 841. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് കാറ് കലക്ടർ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ, ഈ മറ്റേ ഡീറ്റെയിൽസിലേക്ക് വരാം. കാറ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ സ്വകാര്യ വണ്ടി ഓഡി സെഡാൻ, അതിലവരൊരു സൈറൺ ഫിറ്റ് ചെയ്തു, ബോർഡ് ഫിറ്റ് ചെയ്തു. ഈ ആംബുലൻസ് ഒക്കെ പോവില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. എന്നിട്ട് അങ്ങനെയൊക്കെ നടക്കാൻ തുടങ്ങി ഇവര്. എന്നിട്ടാണ് ഈ സൈറണും പുറമെ VIP നമ്പർ പ്ലേറ്റുകൾ വെച്ചു. അതിൻ്റെ അകത്ത് ഗവൺമെൻറ് ഓഫ് മഹാരാഷ്ട്ര സ്റ്റിക്കർ ഒട്ടിച്ചു. അതിനും പുറമെ ഈ കലക്ടറേറ്റിൻ്റെ അകത്ത് അവിടുത്തെ അഡീഷണൽ കളക്ടർ അജയ് മോറെ, പുള്ളി എന്തോ ലീവിലോ മറ്റോ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറി അദ്ദേഹത്തിൻ്റെ കസേരയിലിരിക്കാൻ തുടങ്ങി. സ്വന്തമായിട്ടൊരു ക്യാബിൻ കൊടുത്തില്ലല്ലോ ഇവർക്ക്. അതിലുള്ളൊരു പക തീർത്തിട്ട് അഡീഷണൽ കളക്ടർ പോയപ്പോൾ അങ്ങയുടെ കസേര ഒക്കെ ചെയ്തു മുറിയിൽ പോയിട്ട്.
എന്നിട്ട് ഈ അഡീഷണൽ കളക്ടർ ഉണ്ടല്ലോ അജയ് മോറെ, അദ്ദേഹത്തിൻ്റെ നമ്പർ പ്ലേറ്റ് മാറ്റി. കാറിൻ്റെ അല്ല, ഈ പുറത്തെ അഡീഷണൽ ആ പുറത്തെ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ട് ഇവരുടെ ബോർഡ് വെച്ചു അവിടെ. അതെ അത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഫർണിച്ചറുകൾ, ആ മുറിയിലുണ്ടായിരുന്ന ഫർണിച്ചറുകളൊക്കെ ചിലതൊക്കെ മാറ്റി കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഇവർ സ്വന്തമായ ആധുനിക ഫർണിച്ചറുകൾ സാധാരണ സർക്കാർ ഓഫീസിൽ സാധാരണഗതിയിൽ ഇരിക്കുന്ന പോലെ അല്ലാതെ അതൊക്കെ മാറ്റി. 24 മാസത്തെ പ്രൊബേഷൻ്റെ സമയത്താണ് ഇവർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ അച്ഛൻ വിളിച്ചിട്ട് പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടില്ല. പ്രൊബേഷൻ പീരീഡിൽ വെച്ചിട്ടാണ് ഈ ആക്രാന്തവും അക്രമവും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പേരിൽ ലെറ്റർ ഹെഡ് വേണമെന്ന് അവർ ഡിമാൻഡ് ചെയ്തു. അവരുടെ പേര് എഴുതി. പ്രൊബേഷണർക്കൊക്കെ എന്ത് ലെറ്റർ ഹെഡ്? കലക്ടർക്കും അഡീഷണൽ കലക്ടർക്കും ഒക്കെ കാണും, തഹസിൽദാർക്കോ ഒക്കെ കാണുന്നല്ലാതെ ഈ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കലക്ടറോടും ഇവർ ചോദിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെയാണ് ഇവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ പുറത്തു പറയാൻ തുടങ്ങിയത്. ഈ 891 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ. അപ്പം ഇവര് ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചു എന്ന്. അതായത് അവർക്ക് കാഴ്ച പരിമിതിയുണ്ട്, അതുപോലെ തന്നെ മാനസികമായിട്ട് ഉള്ള പ്രശ്നങ്ങളുണ്ട്. മെൻ്റലി ഇൽ എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. പക്ഷെ എന്തെങ്കിലും അതും കൂടി ഒരു അഡീഷണൽ സാധനങ്ങൾ പറഞ്ഞിട്ട് അത് സത്യം. മെന്റലി എന്ന് പറയുന്നത് ഭ്രാന്തായിട്ട് നമ്മൾ കരുതണ്ട. എന്തായാലും ഈ മാത്രമല്ല സാറേ, ഇപ്പൊ ഈ കേട്ട പെരുമാറ്റം വെച്ചിട്ട് കാഴ്ച പരിമിതി മാത്രമല്ല ബുദ്ധി പരിമിതി ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആണല്ലോ. കോമൺ സെൻസ് ഉള്ള ഒരാൾ അങ്ങനെ പെരുമാറില്ല. അതെ. അപ്പോൾ അവര് ഇങ്ങനെ കിട്ടാവുന്ന ചില സംഗതികൾ പ്രയോഗിച്ചിട്ടുണ്ട്. അതിനൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ എന്തൊക്കെയോ വ്യാജ സർട്ടിഫിക്കറ്റോ എന്തൊക്കെയോ. എന്നിട്ട് യൂണിയൻ പബ്ലിക് കമ്മീഷന് കൊടുത്ത സത്യവാങ്മൂലത്തിൽ അവർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിഷ്വലി ആൻഡ് മെന്റലി ഇംപയർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൺസെഷൻസ് കിട്ടും, ഐഎസുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഇളവുകൾ കിട്ടും ഇങ്ങനത്തെ സംഗതികൾ ഉണ്ടെങ്കിൽ. പക്ഷേ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെ ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ പോയി പരിശോധനയുടെ റിസൾട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എഴുതി, നിങ്ങളിവിടെ വരണം, ഇന്ന ഡേറ്റിൽ വരണം എന്ന്. 6 തവണ സമയം കൊടുത്തിട്ടും ഇവരുടെ ഈ ഡിസബിലിറ്റീസ് ഉണ്ടല്ലോ, പരിമിതികൾ, ആ പരിമിതികൾ തെളിയിക്കാനായിട്ട് മുതിർന്നിട്ടില്ല. അവർ ആ പരീക്ഷകളിലൊന്നും പരിശോധനകളിലും പങ്കെടുത്തില്ല. എന്നിട്ടും എങ്ങനെ ഇവർക്ക് ഈ IAS അപ്പോയിൻമെൻറ്റ് കൊടുത്തു, ഇവരെ പ്രൊബേഷണറായിട്ട് എടുത്തു എന്നുള്ളത് ദുരൂഹമായിട്ട് തുടരുകയാണ്. ഇവർ അഹമ്മദ് നഗർ, അത് പൂനെക്കടുത്താണ് അഹമ്മദ് നഗർ, അവിടെ നിന്നുള്ള ആളാണ് അവരുടെ നാട് അഹമ്മദ് നഗറാണ്. അപ്പോൾ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ 2022 ഏപ്രിലാണ് ആദ്യം പരിശോധനയ്ക്ക് ഹാജരാകാൻ പറഞ്ഞത്. അതിനവർ ഹാജരാകാൻ പോകാതിരുന്നത് കോവിഡാണ്, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിന്നൊക്കെ ഊരി മാറിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നത്തെ മാസം മെയ്യിൽ 2 അപ്പോയിൻമെൻ്റ് അവർക്ക് കൊടുത്തു പരിശോധനയ്ക്ക് ചെല്ലാനായിട്ട്. ജൂലൈയിലും ഓഗസ്റ്റിലും കൊടുത്തു, അതിൽ പോയില്ല. സെപ്റ്റംബറിൽ അവർ 6ാമത്തെ അപ്പോയിൻമെൻറ്റിൽ ഭാഗികമായി മാത്രം പരിശോധനയ്ക്ക് വിധേയയായി. ചില സംഗതികൾ പരിശോധനയ്ക്ക് അവർ സമ്മതിച്ചില്ല. അവരുടെ കാഴ്ച പരിമിതി അളക്കാനുള്ള MRI ടെസ്റ്റിന് വിധേയയാകാൻ അവർ വിസമ്മതിച്ചു. അത് കഴിഞ്ഞ് ഈ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇവരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യത്തിൽ സംശയം ഉയർത്തി. പക്ഷേ 2023 അവർ ഫെബ്രുവരിയിൽ ഒരു കേസ് കൊണ്ടുപോയി കൊടുത്തിട്ട് ട്രിബ്യൂണൽ ഇവർക്കെതിരെ വിധിക്കുകയും ചെയ്തു. ട്രിബ്യൂണൽ ഇവർക്കെതിരെ. പക്ഷേ എന്നിട്ടും അവർക്ക് ഈ സിവിൽ സർവീസ് അപ്പോയിൻമെൻറ്റ് സ്ഥിരീകരിച്ച് കിട്ടി. അതിന് പുറമെയാണ് ഇവർ OBC ആണ് എന്നും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്.
ഇവർ OBC അല്ല എന്നാണ് ഇവരെ പറ്റി അറിയുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 841 റാങ്ക്. അപ്പോൾ അങ്ങനെ വന്ന ഒരാൾ എങ്ങനെ IAS വന്നിരിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ തന്നെ ആദ്യത്തെ അനുഭവമാണ്, വാർത്തയാണ്, ഞെട്ടിക്കുന്ന അനുഭവമാണ്. ദുരൂഹതകൾ വലിയ തോതിൽ ഉയർത്തുന്ന ഒരു സംഭവമാണിത്. കാരണം ഇവരുടെ അച്ഛൻ IAS റിട്ടയർ ചെയ്ത ആളായതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പിടിയുണ്ടാവാം, പക്ഷെ നല്ല പിടിയുണ്ടാവാം. ഇതിനകത്ത് നടക്കുന്ന എല്ലാ തരത്തിലുള്ള വഴിവിട്ട നടപടിക്രമങ്ങളൊക്കെ ഇയാൾക്ക് അറിയാമായിരിക്കും. ഈ അച്ഛൻ ഈ കുട്ടി തീർച്ചയായിട്ടും പലതരത്തിലുള്ള പരിമിതികളുണ്ടാവുമല്ലോ. ഈ പരിമിതികൾ ഇനി ഒക്കെ കൃത്രിമമാണെങ്കിൽ പോലും ബുദ്ധിപരമായിട്ടിപ്പോൾ ഒരു IAS പരീക്ഷ എഴുതിയാൽ കിട്ടാവുന്ന അളവിൽ റാങ്ക് ലിസ്റ്റിൽ വരുന്നൊരു കുട്ടിയല്ല എന്ന് അറിയാലോ. അതുകൊണ്ടൊരു പക്ഷേ ഈ ഡോക്ടർമാരുടെ മക്കളെ ഡോക്ടറാക്കുന്നത് പോലെ, മന്ത്രിയുടെ മക്കളെ മന്ത്രിയാക്കുന്നത് പോലെ, രാജാവിൻ്റെ മക്കളെ രാജാവാകുന്നത് പോലെ IASകാരൻ്റെ മോളെ IAS ആക്കാനുള്ള തത്രപ്പാടിൽ എല്ലാ വഴിയും സ്വീകരിച്ചിരിക്കാം. എങ്ങനെയൊക്കെ അത് നേടിയെടുത്തു നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാ. അതിലിപ്പോൾ ഇതിൽ ഇളവ് എങ്ങനെയാണ് കിട്ടുന്നതിനെ പറ്റി നല്ല ധാരണ അപ്പനുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ കാഴ്ച പരിമിതിയൊക്കെ അതിലൊരു ഘടകമാണ്. അതെ, അതിപ്പോൾ ഈ വിഷ്വലി ആൻഡ് മെൻ്റലി ഇമ്പയേർഡ് എന്ന് പറയുമ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ, 2 തരത്തിലുള്ള പരിമിതിക്ക് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. അപ്പോൾ അതിൻ്റെ കോട്ട കിട്ടി, 2 തരത്തിലുള്ള കോട്ട റിസർവേഷൻ കിട്ടി. വേറൊന്ന് ഈ OBCയുടെ റിസർവേഷനും കിട്ടി. അങ്ങനെ എങ്ങനെയാണ്? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഉള്ളൊരു പ്രശ്നം, ഇതൊന്നും ഈ കുട്ടിക്ക് യഥാർത്ഥത്തിൽ ഇല്ല എന്നർത്ഥം. ഉണ്ടെങ്കിൽ അവർക്ക് പരിശോധനയ്ക്ക് പോകാമല്ലോ. 2 തവണ 3 തവണ സമയം കൊടുത്തിട്ടും പോയില്ല. അപ്പോൾ അതിനെ മറികടന്ന് ട്രിബ്യൂണൽ വിധി വന്നു. ഇവരുടെ ധാരാളം ചിത്രങ്ങൾ നമുക്ക് കാണാം. കാരണം കാഴ്ച പരിമിതിയൊന്നും, കാരണം ഇവരുടെ മുമ്പിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഇവരെ കണ്ടാലൊക്കെ ഈ ചാനലുകളും മൈക്കുമായിട്ട് ചെല്ലുന്നുണ്ട്. അതിൻ്റെ മുമ്പിലൊക്കെ അവർ നടക്കുമ്പോഴും ഒക്കെ മര്യാദക്കൊക്കെ തന്നെയാണ്. അല്ല, എനിക്ക് തോന്നുന്നു സാറേ, ഇവരുടെയൊക്കെ പിടിപാട് കൊണ്ട് ഇവർ ഈ വന്ന ഉടനെ കലക്ട്രേറ്റിനുള്ളിൽ കാട്ടിക്കൂട്ടിയതൊക്കെ പക്ഷേ അച്ഛൻ്റെ പിടിപാട് വെച്ച് സഹിച്ചു കൂട്ടിയതാവും. പിന്നെ അവിടെ നിന്ന് പോയി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നപ്പോഴാണല്ലോ ഇത് ശ്രദ്ധിക്കപ്പെടുന്നതും വാർത്തയാവുന്നതൊക്കെ. ഇതിൽ നമ്മൾ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം ഇത്രയേ ഉള്ളൂ. IAS എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനം ഉണ്ടല്ലോ, IAS എന്ന് പറയുന്ന നമ്മളൊരു സങ്കല്പം ഉണ്ടല്ലോ, കുറ്റമറ്റ ഒരു സെലക്ഷൻ മെത്തേഡ് ഉണ്ട് എന്നാണല്ലോ. അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ കുട്ടികൾ ആയുഷ്കാലം മുഴുവൻ ചെലവിടുന്നത്. ലക്ഷ്യം വെച്ച് അതിനകത്ത് പോലും പുഴുക്കുത്തുകളുണ്ട്, ലൂപ്പ് ഹോളുകളുണ്ട്. അത് മറികടക്കാൻ വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പോലും അതും സാധ്യമാണ്. IAS സെലക്ഷനിൽ പോലും കൃത്രിമങ്ങൾ സാധ്യമാണ് എന്ന സൂചന, അത് ചെറിയ സൂചനയല്ല, അതൊരു വലിയ പാഠമാണ്. മഹാരാഷ്ട്രയിലെ ഈ കുപ്രസിദ്ധയായ കലക്ടറുടെ അല്ലെങ്കിൽ IASകാരിയുടെ പേരെന്താണ്? പൂജയാണ്. പൂജ ഭട്കർ അല്ലേ? പൂജ ഭട്കറിൻ്റെ പാഠം. പൂജ ഭട്കർ ഖേദ്കർ, യെസ്, പൂജ ഖേദ്കർ എന്ന IASകാരി. IASൻ്റെ ചരിത്രത്തിന് അതിനു മുമ്പുണ്ടായിരുന്ന ICS ഉൾപ്പെടെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ്, ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ചരിത്രത്തിലെ സകലമാന നീതിപൂർവമായ സെലക്ഷൻ, കഴിവുള്ളവർ എത്തിപ്പെട്ടൊരു മേഖല, എത്രയോ പേർ ഇന്ത്യക്ക് മാതൃകയായി തീർന്ന, നമ്മുടെ മുഴുവൻ ജനിക്കാനിരിക്കുന്ന തലമുറകൾക്ക് പോലും മാതൃകയായി തീർന്ന എത്രയോ IASകാർ, അവർക്കൊക്കെ അപമാനമാണ്. ഈ സിസ്റ്റത്തിന് അപമാനമാണ്, രാജ്യത്തിന് അപമാനമാണ്. ബന്ധപ്പെട്ടവർ വേണ്ട വിധത്തിൽ ഇനി ഇവർ എത്ര കാലം തുടരും എന്നുള്ളത് തന്നെ കണ്ടറിയണം. അല്ല, ഇവരുടെ സ്വാധീനം വെച്ചിട്ട് അതും സാധ്യതയുണ്ട്. ട്രിബ്യൂണലിനെ അവർ മറികടന്നു, ഈ സിസ്റ്റത്തെ മുഴുവനും അവർ മറികടന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള വഴികളും അവരുടെ മുമ്പിലുണ്ടാകും. അത്ര സ്വാധീനമുള്ള പിടിപാടുള്ള ഒരാളായിരിക്കണം ഇവരുടെ അച്ഛൻ. അതുകൊണ്ട് അതും വളരെ കരുതലോടെ ഇരിക്കേണ്ട, അവരുടെ പേരിൽ അടിയന്തരമായി നടപടി ഉണ്ടാവണം. അങ്ങനെ ഒരു അച്ഛൻ്റെ മകളായി ജനിക്കുന്നത് ഭാഗ്യമാണ്, തീർച്ചയായിട്ടും ഭാഗ്യമാണ്. പക്ഷേ അമ്മാതിരി ഭാഗ്യം ഈ ഇന്ത്യയിൽ ആർക്കും കിട്ടാതിരിക്കട്ടെ നമുക്ക് തൽക്കാലം പ്രാർത്ഥിക്കാം. കാരണം ഇതാണ് ഇന്ത്യ എങ്കിൽ, ഇതാണ് IAS എങ്കിൽ ആരാണ് IASനെ വിശ്വസിക്കുക? ആരാണ് ഇന്ത്യയുടെ ഈ ഭരണകൂടത്തെ വിശ്വസിക്കുക? ആരാണ് ഈ സെലക്ഷൻ പ്രൊസീജിയറിനെ വിശ്വസിക്കുക? നമ്മുടെ ഏത് മക്കൾക്കാണ് ആത്മവിശ്വാസത്തോടെ IAS സ്വപ്നം കാണാൻ കഴിയുക? ആ ചോദ്യം വലിയ ചോദ്യമാണ്. അതെല്ലാവർക്കും പാഠമാകട്ടെ. കാണേണ്ടവർക്ക് അത് കാണട്ടെ, തിരിച്ചറിയേണ്ടവർ തിരിച്ചറിയട്ടെ. ആവശ്യമായ നടപടികളും ജാഗ്രതകളും മുൻകരുതലുകളും എടുക്കട്ടെ. തീർച്ചയായും.